5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടി. 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും 5 കിലോ സിലിണ്ടറിന് 261 രൂപയുമാണ് കൂട്ടിയത്. ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് അപൂർവമാണ്. ഇതോടെ സംസ്ഥാനത്ത് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3000 രൂപ കടന്നിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളെ ആശ്രയിക്കുന്ന ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കും വില കൂട്ടിയത് ഇടുത്തിയായി. 2113 രൂപയായിരുന്നു ഇന്നലെ വന്ന ഗ്യാസിന്റെ, മെനഞ്ഞാന്ന് വൈകിട്ട് വന്ന ഗ്യാസിന്റെ വില. ഇനിയിപ്പോൾ അത് വീണ്ടും മാറി. ഇപ്പോഴുള്ള വില വെച്ച് നോക്കുമ്പോൾ കൂട്ടേണ്ടി വരും. നമ്മൾ പാചകത്തിനെടുക്കുന്ന ഗ്യാസ് 1000 രൂപ എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. നമുക്ക് അത് എന്നാലും അത് റെഗുലറായിട്ട് കിട്ടുന്നില്ല. ഭക്ഷണത്തിന് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങൾക്കും വില കൂടി തുടങ്ങി. നേരത്തെ വില കൂടി തുടങ്ങി. ഇനി കൂടുതൽ കൂടാൻ ചാൻസ് ഉണ്ട്. നല്ല പ്രതിസന്ധിയിലാവാൻ ചാൻസ് ഉണ്ട്. കൂടുതലും ഈ കല്യാണ ഫംഗ്ഷനൊക്കെ നല്ല പാവപ്പെട്ടവരെ കല്യാണമൊക്കെ നടത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇനി അങ്ങോട്ട്. ഇത് എൻ്റെ ഈ ലൈഫിൽ 900 രൂപ ഒന്നിച്ചു കൂടിയത് ആദ്യമായിട്ടാണ് കാണുന്നത്. സാധനങ്ങളുടെ വില കൂട്ടാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ വില കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വിവരങ്ങളുമായി PR അരവിന്ദ്, മേഘന മുരളി, അജി കുഞ്ഞുമോൻ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം PR അരവിന്ദിലേക്ക് പോകുന്നു. അരവിന്ദ്, ഇലക്ഷൻ കഴിയുമ്പോഴേക്കും എണ്ണവില കൂടില്ല, എണ്ണവില കൂടുമെന്ന കാര്യമായ പ്രചരണം ഉണ്ടായിരുന്നു. അത് വിശ്വസിക്കാതെ കൂടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. അത് വെറും വാക്കാവുന്നതിന്റെ സൂചനയാണോ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ മാരകമായ വർധന? അരവിന്ദ്, കാശ്മീർ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില വലിയ രീതിയിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചത് 3ാം തവണയാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില ഉയരുന്നത്. ഫെബ്രുവരി 28-നാണ് പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നത്. പിന്നാലെ മാർച്ച് മാസത്തിൽ 115 രൂപ കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു. ഏപ്രിൽ മാസത്തിൽ 200 രൂപ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 1000 രൂപയോളം വരുന്ന വില വർധനവ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. 993 രൂപയാണ് 19 കിലോ വാണിജ്യ സിലിണ്ടറിന് കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 3000 രൂപയിൽ മുകളിലേക്ക് ഇപ്പോൾ ഈ കണക്കുകൾ പോയിരിക്കുന്നു. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഹോട്ടൽ മേഖലയിൽ അടക്കം നേരിടാൻ പോകുന്നത്. നിലവിൽ ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടർ വിലയെന്ന് പറയുന്നത് 3071 രൂപ 50 പൈസയാണ്. മുംബൈയിൽ 3024, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം സമാനമായ രീതിയിൽ ആ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ 2 മാസത്തിനിടയിൽ ഏകദേശം 1300-ലധികം രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് വിലയായി വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ 70% സംസ്ഥാനങ്ങൾക്ക് വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 100%-ലേക്ക് ഇതുവരെ വിതരണം പൂർണ്ണമായും എത്തിയിട്ടില്ല. അപ്പോൾ ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഈ വാണിജ്യ സിലിണ്ടറുകളെ ആശ്രയിക്കുന്ന മേഖലകളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ വിലവർദ്ധനവിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഹോട്ടൽ മേഖല നേരത്തെ തന്നെ വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറവിനെ തുടർന്ന് പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കർണാടകയിലും ആന്ധ്രാപ്രദേശിലും അടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ അല്പം മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് 993 എന്ന വലിയ വിലവർദ്ധനവ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. ഈ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് പുറമെ 5 കിലോയുടെ ചെറിയ സിലിണ്ടറുകൾക്കും കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 261 രൂപയാണ് ഇപ്പോൾ ഈ വില വർധനവായി വന്നിരിക്കുന്നത്. നേരത്തെ ഡൽഹിയിലെ വിലയെന്ന് പറയുന്നത് 337 രൂപയായിരുന്നു 5 കിലോ സിലിണ്ടർ വിലയെന്ന് പറയുന്നത്. ഇത് ഇനി 600 രൂപയോളം അടുക്കുകയാണ്. എന്തായാലും അതിഥി തൊഴിലാളികളടക്കം ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ 5 കിലോ സിലിണ്ടറിന്റെ വില വർദ്ധിക്കുന്നത്. നേരത്തെ പല സംസ്ഥാനങ്ങളിൽ നിന്നടക്കം അതിഥി തൊഴിലാളികൾ തിരിച്ച് തങ്ങളുടെ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പാചകവാതകം ആവശ്യത്തിന് ലഭ്യമല്ല, തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് ലഭ്യമല്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇവർ ഉയർത്തിയിരുന്നു. എന്തായാലും ഇതിന് പിന്നാലെ ചില നടപടികളെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ വില വർധനവ് അത് സമ്പൂർണ്ണമായും എല്ലാ മേഖലയും ഗുരുതരമായി ബാധിക്കുന്നതാണ്. എന്തായാലും ഗാർഹിക മേഖലയിൽ വില വർധനവ് ഉണ്ടായിട്ടില്ല. അത് ഗാർഹിക ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും വാണിജ്യ രീതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ വില വർധനവ് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലയെ അത് ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആ സംശയമില്ല. എന്തായാലും 19 കിലോ സിലിണ്ടറിന് 993 രൂപയാണ് ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഏകദേശം 1300 രൂപയാണ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വർധനവായി ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.